എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് ഒറ്റൊരാൾ മാത്രം വന്നാൽ മതി. അത് പുതിയൊരു ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമായില്ലേ? ബിനുചേട്ടൻ എനിക്കിന്ന് മേലെ ഒറ്റൊരാൾ വന്നാൽ മതി, പക്ഷെ ബാക്കി 5 പേര് അനുഭവിക്കേണ്ട തോറ്റു കഴിഞ്ഞാൽ. പിന്നെ സാമ്രാജ്യത്തോടെ മാജിക്കിന് പോകുന്നുണ്ടോ? ഇതിന്നൊരു പ്രാവ് എടുക്കോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ മാജിക് ചെയ്യാൻ പോണുണ്ട്. കൂട്ടത്തിലൊരു ഊളംകുഴിയിൽ സഹദേവനുണ്ട്. അല്ല, ഊളൻകുന്ന് ഉദയകുമാർ. ഇന്ന് തൊട്ട് എന്റെ പേര് ഊളൻകുന്ന് ഉദയകുമാർ എന്നാണ്. ഒരു തോൽവി സ്കിറ്റ് കളിച്ചിട്ട് അതിന്റെ കഥാപാത്രവും പറഞ്ഞ് ഞെളിയണു. ഞങ്ങളിത് മറക്കാൻ ശ്രമിക്കണ കാര്യം ഇവനെ എന്തിനാ ഓർമ്മിപ്പിക്കണേ? അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. ഇവർ 2 പേരും ഇവിടെ കുറച്ച് നീഡില് 3 നീഡില് സൂചി ഇവിടെ അറ്റാച്ച് ചെയ്ത് അത് അങ്ങോട്ട് തിരിക്കാവോ? അത് എങ്ങനെ? അപ്പുറത്തേക്ക്. അത് ആവശ്യം വരും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആട്ടി കറക്റ്റ് ആയിട്ടും ഈ നീഡിലിൽ അവിടെ കൊണ്ട് ഈ ബലൂൺ പൊട്ടിക്കണം. അതാണ് ടാസ്ക്. ഒരു കാരണവശാലും കാലുകൊണ്ട് ചവിട്ടി പൊട്ടിക്കരുത്. കംപ്ലീറ്റ് ചെയ്ത ടീമാണ് ഏറ്റവും ആദ്യം ബലൂൺ ഈ സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്നത്, അവരായിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് വാലാട്ടി. റെഡി? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടിപൊളി അടിപൊളി. പോട്ടെ പോട്ടെ. വെള്ള ആളെ കൊല്ല വെള്ളക്കകത്തിരിക്കുന്നു. ഇത് ടീമിന് പറ്റും, ടൈമിംഗ് ഇല്ലാത്ത ഇറങ്ങുണ്ട് ചേട്ടാ. അടിപൊളി അടിപൊളി. അടുത്ത് 2 റിനി 2 കൈയല്ല. അവശേഷിക്കുന്ന ഒരൊറ്റ ബലൂൺ മാത്രമേ മോശമാണ് കേട്ടോ ഉള്ളൂ. ഇത് മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ്. അവന് ടൈമിംഗ് ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നം വന്ന ഇവനായിരിക്കും ഉത്തരവാദി. എനിക്ക് മനഃപൂർവ്വം തോറ്റു കൊടുത്തതാ. ഹലോ മിസ്റ്റർ കാട്ടിയിടങ്ങേ, ഇത് ഒരല്പമെങ്കിലും ടൈമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൊട്ടുമായിരുന്നു. മനസ്സിലായോ? റിനി പറഞ്ഞു, എന്ത് പറഞ്ഞു? ചേട്ടാ ഒരെണ്ണം പോലും പൊട്ടിക്കരുത്. അബദ്ധത്തിന് ഒരെണ്ണം പൊട്ടിപ്പോയി. ശരി, അപ്പൊ റിനി പറഞ്ഞു കഴിയുമ്പോ ഇതിൽ 1 പോയിന്റ് റിനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഗുഡ് ജോബ് റിനി. റിനിക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇല്ലില്ല, എന്റെ ടീമിനെ ജയിപ്പിക്കണ്ടേ? ആ സീമ ചേച്ചിക്ക് പോയി ഡബ് ചെയ്യാമോ? ഇത് അത് തോന്നി ടീം ഞാനും തമ്മിൽ അങ്ങനെ ഒരു പുതിയതുപോലെ ഓർമ്മയില്ലോ. റിനി പഴയതൊക്കെ മറന്നു പോകുന്നു. എന്താ പഴയത്? ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായി. എന്താണ് അതെന്താണെന്ന് അറിയണം, അതൊന്ന് വ്യക്തമാക്കണം. പഴയ സാധനമൊക്കെ ബലൂൺ പൊട്ടിയത് കേട്ടിട്ട് ബലൂൺ വരെ പൊട്ടിപ്പോയി. എന്താ പഴയത്? പറഞ്ഞു കൊടുക്കടി. പറഞ്ഞു കൊടുക്കടി എന്ന് പറയുന്ന അധികാരമുണ്ട്. ഒരു അധികാരമുണ്ട്, ഒരു അധികാര ചൊവയുണ്ട്. ഒരു ഭരതൻ സാറിന്റെ സിനിമയിൽ ഭാര്യ സംസാരിക്കുന്ന പോലെ. ടീമും തമ്മിൽ അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. എങ്ങനത്തെ ടീം പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. ചേട്ടാ അത് വിശ്വസിക്കാം, കാരണം ഇവന്റെ ആരാണ് പോണത്? ഇവൻ എന്തോ കൊടുത്തു, അവളുടെ ആങ്ങളമാരുടെ കയ്യിൽ ഇവൻ ശരിക്കും അങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ. മോളെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നട്ടാ. ടീം പറ എന്തായിരുന്നു അത്? ഞാനൊന്നും തന്നിട്ടില്ല നിനക്ക്. കൊറേ പാട്ടുകൾ തന്നിട്ടുണ്ട്. പാട്ടുകൾ മാത്രമോ? ആ പാട്ടിലെ കവിതകളോ?